ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. ധന്യനായ പൗലോസ് തെസ്സലോനിക്ക സഭയ്ക്ക് എഴുതിയ 2-ാമത്തെ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 5 മുതലുള്ള ഭാഗങ്ങളിൽ അത് നിങ്ങൾ കഷ്ടപ്പെടുവാൻ ഹേതുവായിരിക്കുന്ന ദൈവരാജ്യത്തിന് നിങ്ങളെ യോഗ്യന്മാരായി എണ്ണും എന്നിങ്ങനെ ദൈവത്തിൻ്റെ നീതിയുള്ള വിധിക്ക് അടയാളമാകുന്നു. എന്നെ കേൾക്കുന്ന പ്രിയരെ, എത്ര ശ്രദ്ധേയമായ വാക്യമാണ്. തെസ്സലോനിക്ക സഭയോട് പരിശുദ്ധാത്മാവ് സംസാരിക്കുകയാണ്. പരിശുദ്ധാത്മാവ് പറയുന്നു, അത് നിങ്ങൾ കഷ്ടപ്പെടുവാൻ ഹേതുവായിരിക്കുന്ന, അത് നിങ്ങൾ നേരിടുന്ന ചില കഷ്ടതകൾ, നിങ്ങൾ നേരിടുന്ന ചില പ്രതികൂലങ്ങൾ, ചില പ്രതിസന്ധികൾ. അപ്പോസ്തലൻ പറയുന്നു, ദൈവരാജ്യത്തിന് നിങ്ങളെ യോഗ്യന്മാരായി എണ്ണും എന്നിങ്ങനെ ദൈവത്തിൻ്റെ നീതിയുള്ള വിധിക്ക്. നോക്കിയ പ്രിയരെ, ദൈവരാജ്യത്തിന് നിങ്ങൾ യോഗ്യന്മാരായി എണ്ണേണ്ടതിന് നിങ്ങളുടെ ജീവിതത്തിൽ വന്ന ചില കഷ്ടതകൾ, നിങ്ങളുടെ ജീവിതത്തിൽ വന്ന ചില ഉപദ്രവങ്ങൾ, നിങ്ങൾ ഫേസ് ചെയ്യുന്ന ചില ബുദ്ധിമുട്ടുകൾ എത്ര വ്യക്തമായിട്ട് തെസ്സലോനിക്ക സഭയ്ക്ക് 2-ാമത്തെ ലേഖനം എഴുതുമ്പോൾ പൗലോസ് പറയുന്നു, വ്യക്തമായിട്ട് പറയുകയാണ്, നിങ്ങൾ ദൈവരാജ്യത്തിന് നിങ്ങളെ യോഗ്യന്മാരായി എണ്ണും. അടുത്ത് പറയുന്നു, അത് ദൈവത്തിൻ്റെ നീതിയുള്ള വിധിയാണ്. രക്ഷയുടെ സന്തോഷത്തിനകത്ത് പ്രവേശിച്ച് സ്നാനപ്പെട്ട് ക്രിസ്തുവിൻ്റെ ചുടുരക്തം കൂടെ കൊണ്ട് നടക്കുന്ന കർത്താവിനെ മുന്നിൽ നിർത്തി ഗലാത്യ സഭയിൽ ലേഖനം എഴുതുമ്പോൾ പറയുന്നുണ്ട്, ഞാൻ ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു. ഇങ്ങനെ ധരിച്ച് നടക്കുന്ന ഒരു വ്യക്തിയെക്കുറിച്ച് ആത്മാവ് പറയുകയാണ്, നിങ്ങൾ യോഗ്യന്മാരായി എണ്ണും. ഇത് ദൈവത്തിൻ്റെ നീതിയുള്ള വിധിയാണ്. അതിനു വേണ്ടി നിങ്ങളുടെ ജീവിതത്തിനകത്ത് വന്നിരിക്കുന്ന കഷ്ടതകൾ, ഉപദ്രവങ്ങൾ, പ്രയാസങ്ങൾ, ഇതൊന്നും സാരമായിട്ട് എടുക്കരുത് എന്ന് തെസ്സലോനിക്ക സഭയെ പഠിപ്പിക്കുമ്പോൾ ഈ സന്ദേശം കേൾക്കുന്ന പ്രിയ സ്നേഹിതരെ, നമ്മൾ അറിഞ്ഞ സത്യത്തിനകത്ത് പ്രയാസങ്ങളുണ്ട്, ബുദ്ധിമുട്ടുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? ഇവിടത്തേക്ക് വേണ്ടിയിട്ടല്ല. കർത്താവ് പണിയാമെന്ന് പറഞ്ഞ, ദൈവം പണിതുകൊണ്ടിരിക്കുന്ന ആ ഭവനത്തിലേക്ക് പ്രവേശിക്കാൻ, ഈ ലോകത്തിൽ നമ്മെ ഒന്ന് ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരം മെനഞ്ഞെടുക്കാൻ. അതപ്പം പറയുന്നത്, ദൈവരാജ്യത്തിന് നിങ്ങളെ യോഗ്യന്മാരായി. പ്രിയരെ, ദൈവരാജ്യത്തിനൊരു യോഗ്യതയുണ്ട്. ദൈവരാജ്യത്തിനകത്ത് പ്രവേശിക്കാൻ ഒരു യോഗ്യതയുണ്ട്. കർത്താവ് വ്യക്തമായിട്ട് പറഞ്ഞു, കല്യാണ വസ്ത്രമില്ലാത്ത നിന്നെ അതിനകത്ത് കയറ്റത്തില്ല. ഇനി വസ്ത്രമില്ലാതെ അതിനകത്ത് ഇരുന്നാൽ എടുത്ത് പുറത്തെറിയും. യേശു ഡയറക്റ്റ് പറഞ്ഞ ഒരു ഭാഗം ബൈബിളിൽ കിടപ്പുണ്ട്. ഈ സന്ദേശം കേൾക്കുമ്പോൾ ജീവിതത്തിൽ വന്ന പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും സാരമാക്കാതെ അതിനെ നിസ്സാരമെന്നെണ്ണി യോഗ്യന്മാരായി കർത്താവ് ഒരുക്കിയിട്ടിരിക്കുന്ന ആ വലിയ ധന്യതയ്ക്കകത്ത് പ്രവേശിപ്പാൻ ദൈവം കൃപ ചെയ്യട്ടെ. വിശ്വസിക്കുക, പ്രാർത്ഥിക്കുക. ദൈവം വിശ്വസ്തൻ. ഗോഡ് ബ്ലെസ് യു.